മലബാർ മേഖലയിൽ +1 സീറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധം ശക്തമാവുന്നതിനിടെ വിശദീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി. +1 സീറ്റുകളുടെ കാര്യത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം തുടരുന്നതിനിടെ മലപ്പുറം അടക്കമുള്ള മലബാർ ജില്ലകളിൽ സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ മാത്രം ഇനി +1 പ്രവേശനം നേടാനുള്ളത് 14,037 വിദ്യാർത്ഥികളാണ്. 11,087 സീറ്റുകൾ ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. ജില്ലയിൽ അൺഎയ്ഡഡ് മേഖലയിൽ ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ 21,580 സീറ്റുകൾ ഒഴിവുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഇനി 2 അലോട്ട്മെന്റ് കൂടിയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടക്കുന്നത്. ആദ്യ അലോട്ട്മെന്റ് കഴിയുമ്പോൾ തന്നെ സമരം തുടങ്ങി. കണക്ക് വെച്ച് സമരക്കാരോട് സംസാരിക്കാൻ തയ്യാറാണ്. സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. +1ലേക്ക് 3 അലോട്ട്മെന്റുകളാണ് കഴിഞ്ഞത്. ജൂൺ മാസം 24-ന് ക്ലാസുകൾ ആരംഭിക്കും. 2 അലോട്ട്മെന്റുകൾ കൂടി ഇനിയുണ്ടാകും. ജൂലൈ മാസം 2-ന് ഇതിനായി അപേക്ഷ ക്ഷണിക്കും. ആകെ 4,21,661 പേർ +1ലേക്ക് അപേക്ഷിച്ചു. 2,68,192 പേർക്ക് മെറിറ്റിൽ അഡ്മിഷൻ ലഭിച്ചു. 18,850 കമ്മ്യൂണിറ്റി കോട്ട, 15,474 മാനേജ്മെന്റ് കോട്ട, 9,049 അൺഎയ്ഡഡ്, 4,336 സ്പോർട് കോട്ട, 868 മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിങ്ങനെയും അഡ്മിഷനായി. ആകെ 3,16,669 സീറ്റുകളിൽ അഡ്മിഷൻ നൽകിക്കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. 77,997 പേർ അലോട്ട്മെന്റ് നൽകിയിട്ടും അഡ്മിഷൻ എടുക്കാത്തവരാണ്. മലപ്പുറം ജില്ലയിൽ ഇതുവരെ 49,906 സീറ്റുകളിൽ പ്രവേശനം നൽകിയിട്ടുണ്ട്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ നേടാത്തവരുടെ എണ്ണം 10,897 ആണ്. മെറിറ്റിൽ ഇനി 5,746 സീറ്റുകളുടെ ഒഴിവാണുള്ളത്. കമ്മ്യൂണിറ്റി കോട്ട 3,759, മാനേജ്മെന്റ് കോട്ട 50,091, അൺഎയ്ഡഡ് 10,467 എന്നിങ്ങനെയും ഒഴിവുകളുണ്ട്. മലപ്പുറത്ത് ആകെ 21,550 സീറ്റുകളുടെ ഒഴിവാണ് ഇനി ബാക്കിയുള്ളത്. അൺഎയ്ഡഡ് ഒഴിവാക്കിയാൽ തന്നെ 11,083 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. മലപ്പുറത്ത് ഇനി പ്രവേശനം ലഭിക്കാനുള്ളത് 14,037 പേർക്ക് മാത്രമാണ്. 2,954 സീറ്റുകളുടെ കുറവ് മാത്രമാണ് ഉള്ളതെന്ന് മന്ത്രി വ്യക്തമാക്കി. 2 അലോട്ട്മെന്റുകൾ കൂടി കഴിയുമ്പോൾ കുറച്ചു കുട്ടികൾക്ക് കൂടി അഡ്മിഷൻ ലഭിക്കും. VHSC, അൺഎയ്ഡഡ് +2, മറ്റു കോഴ്സുകൾ എന്നിവ തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനും അവസരമുണ്ടെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. മലബാർ മേഖലയിൽ +1 സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് മന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴും കള്ളക്കണക്കുമായാണ് സർക്കാർ രംഗത്തെത്തുന്നതെന്നുള്ള ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. ഇഷ്ടവിഷയം ലഭിക്കാത്തതിനാൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെ അപേക്ഷകരുടെ എണ്ണത്തിൽ നിന്ന് കുറച്ചാണ് പുതിയ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഉയർന്നുവരുന്ന വിമർശനം. മറ്റു ജില്ലകളിൽ നിന്നുള്ള അപേക്ഷകരെയും കണക്കിൽ നിന്ന് ഒഴിവാക്കിയെന്നും ആക്ഷേപമുണ്ട്. ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കേണ്ട സ്വാശ്രയ സീറ്റുകൾ കൂടി ഉൾപ്പെടുത്തി സീറ്റ് ക്ഷാമം ഇല്ലെന്ന് വരുത്തി തീർക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നതെന്നാണ് ഉയർന്നുവരുന്ന ഏറ്റവും വലിയ ആരോപണം. അതേസമയം മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ കോഴിക്കോടും മലപ്പുറത്തും പ്രതിഷേധം ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോടും മലപ്പുറത്തും MSF നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം രൂപപ്പെട്ടിരുന്നു. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടി വരെ എത്തി. അതിനിടെ +1 സീറ്റ് ക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്ന് SFIയും ഉറപ്പു നൽകിയതായാണ് വിവരം.